എല്ലാ മലയാളികൾക്കും വീണ്ടും നമസ്കാരം. RC ചാനലിലേക്ക് നമസ്കാരം. വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പല കാര്യങ്ങളിലും പല രീതിയിലും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളായാലും ആൺപിള്ളേരായാലും രണ്ടു കൂട്ടരും സമം. എനിക്ക് എല്ലാവരും സമമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയണമല്ലോ, അതുകൊണ്ട് പറയണം. അപ്പം ഈ അടുത്ത കാലത്ത് നാട്ടിലെ കുറെ കാര്യങ്ങൾ ടെലിവിഷനിൽ നിന്ന് കേട്ടതും ഫേസ്ബുക്കിൽ നിന്ന് കേട്ടതും കൊണ്ടല്ല പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടല്ല പറയുന്നത്. ഇത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ കാര്യമാണ്. പെൺകുട്ടികളെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും മാതാപിതാക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കാണുന്ന ചെറുപ്പക്കാർ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഗേൾസ് ആൻഡ് ബോയ്സ്, അതാണ്. അപ്പം നിങ്ങളത് കാണിച്ചു കൊടുക്കുക. എൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളൊരു വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ആൺകുട്ടികൾ പൊതുവെ അവർക്കൊരു എന്താ പറയുക, ഒരു ജോലിയൊക്കെ കിട്ടി ഇട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. പക്ഷെ പ്രായത്തിൻ്റെ മെച്യൂരിറ്റി ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊരു സെപ്പറേറ്റ് കേസാണ്. പെൺകുട്ടികളുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള കാരണന്മാർ മാതാപിതാക്കന്മാർ വീണ്ടും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആസ്ട്രോളജേഴ്സിനെ പോയി കണ്ട് പൊരുത്തം നോക്കുന്നതിന് മുമ്പ് സ്വന്തം മക്കൾക്ക് വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 18 വയസ്സായ വിവാഹപ്രായം എന്നല്ല, മനസ്സിലായോ? അതായത് 21 വയസ്സിൽ 22 വയസ്സിലും 18 വയസ്സിൽ 22 വയസ്സ് 23 വയസ്സായാൽ പോലും മിനിമം ഒരു 25 വയസ്സ് വേണമെന്ന് ഞാൻ പറയാം. ഓക്കെ, പെൺകുട്ടികളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക, ദൈവത്തെ ഓർത്ത്. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. ഓക്കെ, അവരത് ഫിനിഷ് ചെയ്യട്ടെ, മനസ്സിലായോ? അവരുടെ ജീവിതത്തിൽ അവർക്ക് ആകെ കിട്ടുന്ന സമാധാനപരമായിട്ട്, ബാക്കിയുള്ള ജീവിതത്തിൽ മോശമായിരിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ പോകുമല്ലോ എന്തായാലും. അപ്പൊ അതിനകത്ത് ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിനകത്ത് പിന്നീട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയണം, ചെയ്യണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺപിള്ളേർ ഡിഗ്രിക്ക് ഇടയിൽ വെച്ചിട്ട് കെട്ടിച്ചു വിടുക. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് വിമർശിക്കേണ്ടതായിട്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കണം, അല്ലെങ്കിൽ ഭയം. സ്വന്തം മക്കളെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കുക? സ്വന്തം മക്കളെ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കേണ്ട രീതിയിൽ വളർത്തണം എന്നുള്ളതാണ്. എങ്ങനെ വളർത്തണം അത് ഞാൻ പിന്നെ പാരന്റിങ്ങിൻ്റെ ഇത് എടുക്കാം. പെൺകുട്ടികൾക്ക് ധൈര്യമാണ് വേണ്ടത്, എന്തും ചെയ്യാനുള്ള ധൈര്യം എന്നല്ല ഞാൻ പറയണം. പക്ഷെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാനും ഫ്രണ്ടിലേക്ക് പോകാനും കേപ്പബിലിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റണം. അതിനവർക്ക് പറ്റണമെങ്കിൽ മാതാപിതാക്കന്മാരെ ആശ്രയിക്കേണ്ടി വരും എന്നൊരു ചിന്ത അവർക്കുണ്ടായാൽ ഒരു പക്ഷെ അവരൊരു തീരുമാനം എടുത്തില്ല എന്ന് വരാം, അവരുടെ ജീവിതത്തിൽ എത്ര വയലൻസ് ഉണ്ടായാലും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ കുറേ പ്രോബ്ലംസ് നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തെങ്ങും ഇല്ലാത്ത കുറേ പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത സബ്ജക്റ്റാണ്. പക്ഷേ എന്നാലും പറഞ്ഞേ പറ്റുള്ളൂ. ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, പെൺകുട്ടികൾ പഠിച്ച് അവരൊരു ജോലി കിട്ടി അവരൊന്ന് സ്റ്റേബിളായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും. തൊട്ട അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തക്കാരോ അത് ഇതും പറയും, പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടില്ലേ, പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടു. അതൊന്നും അവരുടെ ബിസിനസ് അല്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് താങ്ങേണ്ടി വരുന്നത് നിങ്ങൾ കാരണന്മാരാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ കുട്ടികൾക്കാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം.
അപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാവരും മോശം എന്നല്ല പറയണത്, എല്ലാ ആൺപിള്ളേരും മോശമൊന്നുമല്ല, വളരെ നല്ല ആൺകുട്ടികൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 5%ഓ 10% മോശം ഉണ്ടെങ്കിൽ ആ മോശമുള്ള സ്ഥലത്തേക്കാണ് ഈ പെൺപിള്ളേർ ചെന്ന്, നമുക്കറിയില്ല. ഈവൺ ഒരു നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഭയങ്കരമായിട്ട് ആലോചിച്ച് കല്യാണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാൻ പറ്റില്ല ആ വ്യക്തിയുടെ പ്രൈവറ്റ് ലൈഫിൽ ആളെങ്ങനെയായിരിക്കുന്നു, സ്വന്തം മാതാപിതാക്കൾമാർക്ക് പോലും അറിയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ആൺപിള്ളേരുടെ മാത്രം കാര്യമില്ല, പെൺപിള്ളേരും എങ്ങനെയാണെന്ന് അവരുടെ മാതാപിതാക്കന്മാർക്ക് പോലും അറിയാൻ പറ്റില്ല. കൂടെ കിടക്കണവൻ എന്നെ രാപ്പിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതന്നെയാണ് സംഭവം, മനസ്സിലായോ? സ്വന്തം മക്കൾ അവൻ എങ്ങനെയായിരുന്നോ, അപ്പിള അങ്ങനെയാ, എൻ്റെ മോളോ, അതാണ് നമ്മൾ ചിന്തിക്കണം. അതിന് കാരണം നമുക്കറിയില്ല, അതറിയുന്നത് കൂടെ ഉള്ളവർക്കാണ്. അപ്പം എന്താണ് വേണ്ടത്? ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ജീവിതമാണ്. അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് ഉണ്ടാവാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഡ്രഗ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും, ആൽക്കഹോളിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മുടെ തലവര പോലെ ഇരിക്കും, വയലൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. അത് ബോത്ത് സൈഡ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലൊക്കെ അല്ലെങ്കിൽ സാധാരണ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണ് വയലൻ്റ് ആവുക, പുറത്ത് പെൺപിള്ളേരും വയലൻസ് ആവുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ചില നാർസിസ്റ്റ് ബിഹേവിയേഴ്സ് ഉണ്ടാവാം, ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് ഒരുമിച്ച് കാണുന്നതിന് പകരം ഡോമിനേറ്റിംഗ് ആയിട്ട് കാണുന്ന പെൺപിള്ളേരും ഉണ്ടാവും, ആൺപിള്ളേരും ഉണ്ടാവും. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് സഹിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ആത്മഹത്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ജീവിതം അവസാനിക്കേണ്ട വരുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിവിടാതിരിക്കുക. അതിനെന്താ വേണ്ടതെന്ന് അറിയോ? ഈ പെൺപിള്ളേരുടെ പ്രായപരിധി കൂട്ടുകയല്ല വേണ്ടത്, അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ സ്ത്രീധനം കൊടുക്കാനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന് പകരം നിങ്ങൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുത്ത വിദ്യാഭ്യാസത്തിൽ അവർക്കൊരു ജോലി കിട്ടണം, അത് സ്റ്റേബിളാക്കി നിർത്തണം. ദൈവത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അവരോട് നിങ്ങൾ കാതിൽ പറയേണ്ട, അവരുടെ ചെവിയിൽ പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള, അല്ലാണ്ട് പറയാണ്ട് നിങ്ങൾ അത് എന്തും മോളെ സഹിച്ച് ക്ഷമിച്ച്, മോനെ നീ ക്ഷമിക്ക്, സഹിക്ക്. ഈ ക്ഷമിക്കലും സഹിക്കലും വേണം, പക്ഷെ അതൊരു പരിധിയിൽ കൂടുതലായാൽ ജീവഹാനി വരും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവിടെ നമ്മൾ നൂലാമാലകളൊന്നും നോക്കരുത്. മനസ്സിലായോ? ആ നൂലാമാലകളും കാര്യങ്ങളും തിരിച്ചറിയുന്ന ആൾ തന്നെയാണ് മുകളിലിരിക്കുന്ന ആൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് അവിടെ കണ്ണിച്ചോരയില്ലാതെ ഇരുന്ന് അവിടെ ഇന്ന് റൂൾ ചെയ്യുന്ന ഒരാളൊന്നും എല്ലാവരും സൃഷ്ടാവെന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ റീസെൻ്റ്ലി കുറേ കാര്യങ്ങൾ വേറെ രീതിയിൽ കേട്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നാളെ മറ്റന്നേ ഞാൻ തരുന്നുണ്ട്. അതിലിപ്പോൾ ഏതെങ്കിലും മതവികാരത്തിന് വീടുകളിലേറ്റാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ധൈര്യം കൊടുക്കുക. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളർത്തുമ്പോൾ അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക. നിങ്ങൾ പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനാണ് അവർ ജീവിക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹത്തിനല്ല. അവരൊരു ജോലി കണ്ടുപിടിക്കേണ്ടത് അവരുടെ ആത്മാവിൻ്റെ ആവശ്യമാണ്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആവശ്യമാണ്. അല്ലാണ്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്ത് നിങ്ങൾ ഫോഴ്സ് ചെയ്യുന്ന ജോലി ചെയ്യാനുള്ളവരല്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ ജീവിതത്തിൽ അവർ മെച്ചപ്പെടാതെ തല തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. മനസ്സിലായോ? അവർക്ക് ഇഷ്ടപ്പെടാതെ, ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ദൈവമേ നിങ്ങൾക്ക് സ്തുതി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് അപ്പുറത്തെ വീട്ടിലെ ആളുടെ മോൻ ഡോക്ടറാണ്, ഇപ്പുറത്തെ വീട്ടിലെ ആളുടെ മോൻ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ മോൻ ഇതാണ്, എൻ്റെ അനിയൻ്റെ മോൻ. അതല്ല നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ. അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ടാലൻസ് ഉണ്ട്. ആ ടാലൻസിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അവർ ചെയ്യേണ്ടത്, അവർക്ക് ഇഷ്ടമുള്ള ലൈഫാണ് അവർ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ അതിൽ സംതൃപ്തി ഉണ്ടാവില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഉന്തിത്തള്ളി ഒരു കല്യാണത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ അവിടെ അനുഭവിക്കുന്നത് നിങ്ങളല്ല, ആ കുട്ടിയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പയ്യനാണ് അനുഭവിക്കുന്നത്. ഞാൻ വിത്തൗട്ട് ജെൻഡർ, അതാണ് ഞാൻ പറയുന്നത്, വിത്തൗട്ട് ജെൻഡർ. നിങ്ങൾ നിങ്ങളുടെ എന്തിനൊക്കെയാണ് സംരക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിനെ സംരക്ഷിച്ചു പിടിക്കുകയാണ്. ഹെറിഡിറ്ററി, എന്ത് ഹെറിഡിറ്ററിന്ന് മലയാളം ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണ് പൗരാണികതേനെ, പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ്, പിന്നെ നമ്മുടെ എന്താണ് ചില നേരത്തെ വാക്കുകൾ വരുന്നില്ല എനിക്ക്. അതായത്
എന്താ പറയാ, കുടുംബ പാരമ്പര്യം, അന്തസ്, ആഭിജാത്യം ഇപ്പൊ പിടികിട്ടി, മനസ്സിലായ? കുടുംബ പാരമ്പര്യം, അന്തസ്, ആഭിജാത്യം, പ്രസ്റ്റേജ്, സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് കല്യാണം അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് കൊടുക്കും. അത് പെൺകുട്ടിയുടെ ആൺപിള്ളേരെ ആയാലും. ഒരു ആൺകുട്ടിക്കാണെങ്കിൽ അവന് ജോലി മാത്രം ഉണ്ടായാൽ പോലെ അവന് കല്യാണം കഴിക്കാനുള്ള പക്വത ഉണ്ടോ എന്ന് ചിന്തിക്കണം. അത് നമ്മുടെ കാരണന്മാരായ നമ്മൾ അവരെ അനലൈസ് ചെയ്യണം. ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നാൽ ആ പെൺകുട്ടീനെ സ്വന്തം ഭാര്യയെ പോലെ അല്ലല്ലോ, ഒരു ഭാര്യ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ അതല്ല, നല്ല രീതിയിൽ കണ്ട് നല്ലൊരു ഇതായിട്ട് പോകുന്ന ഒരു ലെവലിലേക്ക് മാനസിക വളർച്ച എൻ്റെ മകനുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ കെട്ടിച്ചു വിടാനായിട്ട്. ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ദൈവത്തെ ഓർത്ത് വിവാഹം നിങ്ങൾ മക്കളെ ഒഴിവാക്കാൻ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എന്നെ വിമർശിക്കാം, വേണമെങ്കിൽ വിമർശിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ഞാനൊരു ചാനലിൽ വന്നിരിക്കാനോ അല്ലെങ്കിൽ അവിടെ കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല. എനിക്കൊരു ചാനലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളുടെയോ ഗ്രൂപ്പിൻ്റെയോ ഒന്നും ഒരു ഒത്താശ എനിക്കില്ല. ഞാൻ പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ കുട്ടികളെ കെട്ടിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ പയ്യൻ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് പക്വതയുണ്ടോ, അത് ചിന്തിക്കണം. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാരേജൊക്കെ കഴിയുന്നതിന് മുമ്പ് ഒരു കോഴ്സൊക്കെ ഉണ്ട് മാരേജിന് മുമ്പ്. ഇപ്പം എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. ഇതിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭർത്തൃ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നും ആരും പറഞ്ഞു കൊടുക്കില്ല. കാരണം പ്രശ്നം ഉണ്ടാവുന്നതിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാവും. സാധാരണ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാൻ നമുക്ക് പല വഴികളും നമുക്ക് സ്വീകരിക്കാം. മെഡിറ്റേഷൻ മുതൽ പരസ്പരം മനസ്സിലാക്കുന്നത് മുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യൽ മുതൽ കോംപ്രമൈസ്, ഇതൊക്കെ നമുക്ക് നടത്താം. ചില കാര്യങ്ങളിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ അബ്യൂസ്, മെന്റലി ഹരാസിങ്. ഞാനൊരു ക്രിമിനോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഫാമിലി വയലൻസിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് വയലൻസ് ആണ്. ആൽക്കഹോൾ ഒരു വലിയ ഇഷ്യൂ, ഡ്രഗ്സ് വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ഈ കൂട്ടുകാർ ചില സമയത്ത് ഒരു വലിയ ഇഷ്യൂ ആണ്, വീട്ടുകാരും ചില സമയത്ത് ഒരു വലിയ ഇഷ്യൂ ആണ്. മനസ്സിലായോ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെയോ മക്കളുടെയോ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത്? അവരവരുടെ കാര്യം, ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടണം. അതാണ് വേണ്ടത്. അതായത് ഇപ്പൊ സ്വന്തം കൺമുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോൻ അല്ലെങ്കിൽ മോള് അവളുടെ ഭർത്താവിനെയോ മോൻ അവന്റെ ഭാര്യനെയോ ഉപദ്രവിക്കുന്നതോ മോശം വാക്ക് പറയുന്നതോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പ്രതികരിക്കുക. ആ ഇടപെടൽ ഒരു പോസിറ്റീവ് ഇടപെടലാണ്. മനസ്സിലായോ? അതൊരു പോസിറ്റീവ് ഇടപെടലാണ്. എന്താ വേണ്ടത്? എടാ, നീ എൻ്റെ മോനായിരിക്കാം, നീ എൻ്റെ മോളായിരിക്കാം, പക്ഷെ ഇതുമാതിരിയുള്ള പ്രവർത്തികൾ പ്രവർത്തിച്ചാൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾ കാരണന്മാരെ കാണിച്ചില്ലെങ്കിൽ എന്താണ് പ്രത്യേകത? എൻ്റെ മോനും വേറൊരു കുട്ടിയും തമ്മിൽ എന്ത് പ്രത്യേകത? അവരും വളർന്നു വരുന്നതല്ലേ, അവരും വേറൊരാൾക്കാരുടെ മക്കളായിട്ട് വളർന്ന ഒരു വ്യത്യാസം കാണിക്കരുത്. ജസ്റ്റിസ് ആയിട്ട് ചിന്തിക്കണം നിങ്ങൾ. ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാം, എനിക്ക് 3 ആമക്കളാണ്. എൻ്റെ മൂത്ത മോന് 15 വയസ്സ്, രണ്ടാമത്തേന് 7 വയസ്സ്, മൂന്നാമത്തേന് 5 വയസ്സ്. മനസ്സിലായോ? ഈ 3 മക്കളോട് ഒരു അമ്മ എന്ന നിലയിൽ ഞാനിപ്പോൾ ഈ TV-ൽ ഈ പരിപാടി കണ്ടിട്ടൊന്നും പറയണമെന്നൊന്നുമില്ല. ഞാൻ അവർ ജനിച്ച കാലം മുതൽ ഞാൻ അവരുടെ ചെവിയിൽ ഓതുന്ന കാര്യം എന്താണെന്നറിയും? റെസ്പെക്റ്റ് ഈച്ച് അതർ. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് ഭാര്യയായാലും ഭർത്താവായാലും എത്ര ചെറിയവനായാലും വലിയവനായാലും അവരെ ബഹുമാനിക്കാൻ പഠിക്കുക. ശരിയല്ല എന്ന് കാണുന്ന കാര്യം കണ്ടാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവുക. മനസ്സിലായ? ശരിയല്ല, അത് എൻ്റെ സ്വന്തം മോനായാലും മോളായാലും, അത് എൻ്റെ മോനായതുകൊണ്ടോ അല്ല മോളായതുകൊണ്ടോ അത് ശരിയാവുകയും മറ്റുള്ളവർക്ക് അത് ശരിയില്ലാതാവുകയും ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ ഇന്നും നാളെയും എൻ്റെ ഇത് തീരില്ല. പക്ഷെ എനിക്ക് പറയേണ്ട അവസ്ഥയാണ്, പറയേണ്ടി വരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. മനസ്സിലായോ? ഈ ഒരു കാര്യം പറയണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ച് നിന്നിട്ടൊന്നുമല്ല. എൻ്റെ മുന്നിൽ ഒരു ബോർഡും എനിക്കില്ല. ഞാൻ ഇത് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്നാണ്. മനസ്സിലായോ? എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കൂട്ടിക്കോ, ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കന്മാരും നാത്തൂന്മാരും അളിയന്മാരും അല്ലെങ്കിൽ അനിയന്മാരും പെങ്ങന്മാരും മേമമാരും ആന്റിമാരും ഒക്കെ ഇടപെടേണ്ടത് നല്ല കാര്യത്തിനാവണം.
മോശം കാര്യത്തിനാവരുത്. നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ കൂട്ടം ചേരരുത്. അതിന് പകരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ, അതായത് വയലൻസ് ഇടപെടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതിന് നിങ്ങൾ സോൾവ് കണ്ടുപിടിക്കരുത്. ഒരു ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള ഞാനാണ് നിങ്ങളോട് പറയുന്നത്, വയലൻസ് വന്നാൽ അത് ഇമോഷണൽ വയലൻസ് വന്ന ഒരാൾ ഇമോഷണലിയും വയലൻസ് ഉണ്ട്, അതറിയോ? അതായത് ഇമോഷണൽ ഒരാൾ നീ നല്ലതല്ല, നീ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നതേ ശരിയല്ല, നീ ചെയ്യുന്നതൊക്കെ മോശമാണ്, ഒരാളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. നീ ഇന്ന ഫാമിലി നീ ഇന്നതായിട്ട് വന്നുള്ള ആളെ നിനക്ക് എന്തെന്നല്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് ഇത്ര വലിയ പറയണേ, നിങ്ങൾ ഇങ്ങനെ വന്ന ആളല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ലേ, നിങ്ങൾ ചെറിയ ആൾക്കാരുടെ വീടല്ലേ, നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലേ. ഒരാളെ ടോർച്ചർ ചെയ്യണതിന്റെ മാക്സിമം ടോർച്ചർ ചെയ്യുക. ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല, മെന്റൽ അബ്യൂസും ഒരു കൊലപാതകം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ വെച്ചിട്ട് ഞാൻ പറയും, ഇന്ത്യൻ നിയമത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം, കോമൺവെൽത്ത് കൺട്രീസിലെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഇമോഷണൽ ഹെറാസ്മെന്റ്, അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, സ്വന്തം ഭാര്യനെ പോലും സെക്ഷലി അബ്യൂസ് ചെയ്യരുത്. സ്വന്തം ഭാര്യനെ ആയാൽ പോലും അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സെക്ഷലി ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാവൂ. അതല്ലെങ്കിൽ ഭാര്യയായാലും ഭർത്താവായാലും അതൊരു സെക്ഷൽ അസൾട്ട് തന്നെയാണ്. യു മസ്റ്റ് ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ് വേ. മനസ്സിലായോ? ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവല്ലേ, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ ഫാന്റസൈസ് ചെയ്യുന്നത് മുഴുവൻ നടക്കണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ കോംപ്രമൈസിൽ ചിന്തിച്ച് അത് ഫ്രണ്ടിലേക്ക് വരുത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. മനസ്സിലായോ? അതിന് വേണ്ടത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് കൊണ്ടുവരേണ്ടത്. ആദ്യം ഭാര്യയുടെ അടുത്തായാലും ഭർത്താവിൻ്റെ അടുത്തായാലും നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം. തമ്മിൽ സംസാരിക്കില്ല, ബെഡ്റൂമിൽ മാത്രം കാണും. എനിക്കറിയാവുന്ന ഒരുപാട് ദമ്പതികളുണ്ട് തമ്മിൽ സംസാരിക്കില്ല. അവാർഡ് സിനിമയാ, സംസാരമില്ല, ബെഡ്റൂമിൽ മാത്രം. എനിക്കറിയാം ഒരുപാട് പേരുണ്ട്. വേറെ കുറെ പേരുണ്ട് പുറത്ത് ഭയങ്കര അഭിനയമായിരിക്കും, ഉള്ളിൽ വേറെ നേരമായിരിക്കും. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. പരസ്പര ധാരണയും പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതിനകത്ത് വയലൻസ് വരുന്നുണ്ട്, ഇമോഷണൽ സിറ്റുവേഷൻ വരുന്നുണ്ട്, ഹരാസ്മെന്റ് വരുന്നുണ്ട്. എന്നിട്ട് ഒരാൾ ഡിപ്രസ്ഡ് ആയിട്ട് ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കണമെന്ന് ഏത് നിയമഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിലോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാണ്, ഏതോ ഒരു സംഭവത്തിൽ ഏതോ ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ഇന്നൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിവാദം തന്നെ വരും. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. മതപരമായിട്ട് നിങ്ങളോട് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. മതഗ്രന്ഥങ്ങൾ പറഞ്ഞേക്കണതും അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ അതാത് കാലങ്ങളുടെ വ്യത്യസ്തത കൊണ്ടാണ് അങ്ങനെ വരണേന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇന്ന് നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ 1ാം ക്ലാസ്സിൽ പോയിരിക്കണം എന്ന് ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് അയൽവക്തുകാരൻ എന്ത് പറയുന്നു, നാട്ടുകാരൻ എന്ത് പറയുന്നു, അപ്പുറത്തെ വീട്ടുകാരെ എന്ത് പറയുന്നു എന്ന് നോക്കി മക്കളെ കെട്ടിച്ചുവിടരുത്. ദയവ് ചെയ്ത്. ഞാൻ ഹാർഷായിട്ട് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിപ്പോകാം, പക്ഷെ അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കുട്ടികൾക്ക് ഒരു ജോലിയായിട്ട്, ആൺകുട്ടികളായാലും പെൺപിള്ളേരായാലും അവർക്ക് ജോലിയായിട്ട്, അവർക്ക് അതിന് നിങ്ങളില്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ജീവിപ്പിക്കാൻ. മനസ്സിലായോ? നിങ്ങൾ വീട്ടിലുണ്ട്, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കാണുന്നു, അതിന് പരിഹാരം നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാണ്ട് ഓരോ സൈഡ് കണ്ടുപിടിച്ചിട്ട് എൻ്റെ മോനായതുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോളായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല. ആ ഇടപെടലുകളാണ് പ്രശ്നങ്ങൾ വരുത്തുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇടപെടാൻ പഠിക്കുക. അതുപോലെ ക്രിസ്തീയ കല്യാണങ്ങളോ മുസ്ലിം കല്യാണങ്ങളോ ഹിന്ദു കല്യാണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കോഴ്സുകൾ എന്തെങ്കിലും രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ കൂടിയിട്ടുള്ളതാണ്. സെക്ഷൽ ഇതിനെക്കുറിച്ചും അവിടെ ചെന്ന ബഹുമാനിക്കേണ്ടതിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കില്ല. എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് ബാക്കിൽ നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം.
അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീധനം കൊടുപ്പ്. നിയമവും നിയമമില്ലാത്ത പരിപാടികൾ അത് വേറെ നിൽക്കട്ടെ. നിയമത്തിൻ്റെ കാര്യവും അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിന് വേണമെങ്കിൽ ആമ്പിള്ളേർ, എൻ്റെ വീഡിയോ കാണുന്ന ആമ്പിള്ളേർ വേണമെങ്കിൽ എനിക്കെതിരായിട്ട് കൊടി പിടിക്കുകയായിരിക്കും. അവരെന്നെ എന്താണ് പറയുക, എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ മാറ്റുമായിരിക്കും. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പെണ്ണ് വീട്ടുകാർ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെ തരികയാണെങ്കിൽ, ഞാൻ അതിനെ സ്ത്രീധനം എന്ന് വിളിക്കണല്ലേ, ഓക്കെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയോ? ദയവ് ചെയ്ത് ഞങ്ങൾക്ക് സ്വർണം വേണ്ട, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വണ്ടി വേണ്ട, ഈ വണ്ടി സ്വർണ്ണമൊക്കെ അവനാൻ തന്നെ മേടിച്ചാൽ പോരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടെ നമുക്കത് സമ്പാദിച്ചൂടെ? മറ്റുള്ളവൻ്റെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് അവരുടെ പേരിൽ അവരുടെ കാരണന്മാർ അവർക്ക് കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് പെൺകുട്ടികളുടെ അമ്മമാരോട് അപ്പന്മാരോടാണെങ്കിൽ ഞാൻ പറയും എന്താണെന്നറിയോ, നിങ്ങളുടെ മക്കൾക്ക് 100 പവൻ്റെ അല്ലെങ്കിൽ 200 പവൻ്റെ സ്വർണം കൊടുക്കണം നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചു, നിങ്ങൾ അങ്ങനെ കൊടുക്കണ്ട സ്ത്രീധനായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പിന്നെ നിങ്ങൾ പാരൻസിൻ്റെ ആരെങ്കിലും ഒരാളുടെ പേരിൽ, അവരുടെയും പാരൻസിൻ്റെ, അങ്ങനെ 4 പേരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ഒരു ഫിക്സഡ് ആയിട്ട് നിങ്ങൾ ഇടുക, അല്ലെങ്കിൽ 3 പേരുടെ പേരിൽ ഫിക്സഡ് ഇടുക. അപ്പോൾ അവർക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഇവർക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല. ആ പൈസ ആണെങ്കിൽ പോവുകയില്ല. സ്വർണത്തിന് വില കുറയുമ്പോൾ കാശ് പോകുന്നുള്ള പേടിയും വേണ്ട. മനസ്സിലായോ? ഈ വക പ്രശ്നങ്ങൾ, ഈ എക്സ്ട്രാ ഇത് ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കാണിച്ച്, നമ്മൾ ഈ കൊറോണയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, ഈ കൊറോണ കാലത്ത് എന്തോരം കല്യാണങ്ങൾ നടന്നു. 1000 പേരെയും 5000 പേരെയും വിളിച്ച് കല്യാണം നടത്തുന്ന എത്രയോ ഫാമിലികൾ ഉണ്ടെന്ന്. എന്തിനാണെന്നറിയോ? നാട്ടുകാരെ കാണിക്കാൻ. എൻ്റെ മോളുടെ കല്യാണം അല്ലേ, എന്തെങ്കിലും നന്നായിട്ട് നിങ്ങൾ ആ സമയത്ത് ആ 100 പേർക്ക് നിങ്ങളൊരു അനാഥാലയത്തിലോ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കും നിങ്ങൾ ചെയ്തു കൊടുത്താൽ പുണ്യം പിള്ളേർക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന നാട്ടുകാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്ത് പല പല കൗണ്ടറുകളായിട്ട് തിരിച്ച്, പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തിരി ചോറും കറിയും അല്ലെങ്കിൽ ഇത്തിരി എന്താണ് അതിന് പറയണം, ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയാണോ? കെട്ട് കിടക്കായിട്ട് തട്ടുകട പോലെയാണ് ഇപ്പോൾ സിസ്റ്റം എന്നാണ് ഇപ്പം നാട്ടിൽ ഞാൻ കേട്ടത്. തട്ടുകട സിസ്റ്റമാണ് അത്രേ കല്യാണത്തിന്. എന്തിന്? ആരെ കാണിക്കാൻ? ഈ കൊറോണ കാലത്ത് നിങ്ങൾ കണ്ടില്ലേ കല്യാണങ്ങൾ കഴിഞ്ഞത്? 10-20 പേരായിട്ട് കല്യാണം. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്നറിയോ നിങ്ങൾക്ക്? ഈ സ്ത്രീധനം വേണ്ടെന്ന് എല്ലാ പൊളിറ്റീഷ്യന്മാരും പറയണേക്കാം, എല്ലാ മനുഷ്യരും പറയണേക്കാം. എന്നിട്ട് ഇവരൊക്കെ ഏറ്റവും വലിയ സ്ത്രീധനം കൊടുക്കുന്ന ആൾക്കാരുടെ പാർട്ടികൾക്കും കല്യാണങ്ങൾക്കും പോകണമെന്ന് നമ്മൾ കാണാണ്. ഞാൻ എത്ര വർഷം മുമ്പാണ്, എത്ര വർഷമായിരുന്നൊന്നും എനിക്കറിയില്ല, ബാഹുബലി ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒരു സീൻ സെറ്റപ്പിൽ വേറൊരു വ്യക്തിയുടെ മോന്റെ കല്യാണോ അങ്ങനെ എന്തോ നടത്തി. അത്രയും സെറ്റപ്പിൽ നടത്തി. അത് ആൾക്ക് കാശുണ്ട്, ആൾക്ക് അത് ചെലവാക്കാനുള്ള അധികാരമുണ്ട്, ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ അവിടെയും സ്ത്രീധനം കൊടുത്തു. അവിടെയും ഈ പൊളിറ്റീഷ്യന്മാർ പോയി, ഈ കണ്ട സിനിമാ താരങ്ങളും ഈ കണ്ട മനുഷ്യരൊക്കെ അവിടെ പോയി. അവിടെ ആരെങ്കിലും പ്രതികരിച്ചോ? എത്ര ഫെമിനിസ്റ്റ് വാദികൾ, എത്ര മസ്കുലിൻ വാദികളൊക്കെ അവിടെ പോയി. നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഒരാളും പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാ? അത് വലിയ ആൾക്കാരുടെ കാര്യമായതുകൊണ്ടും വലിയ സംഭവങ്ങളായതുകൊണ്ടും നമ്മളത് ശ്രദ്ധിക്കില്ല. സാധാരണക്കാരൻ്റെ കാര്യമാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. കാരണം എന്താ? അവരെ മാത്രമേ നമുക്ക് തൊടാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. അത് തന്നെ അത്രയുള്ള കാര്യം. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയണം എന്താണെന്നറിയാം, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാർ, അതായത് അത്യാവശ്യം റിലേറ്റീവ്സിനെ മാത്രം വിളിച്ച് ഒരു കല്യാണം നടത്താം, അവരുടെ അത്യാവശ്യം ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു കല്യാണം നടത്താം. ഞാൻ പറയുന്നത് പറഞ്ഞ മാതിരി ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ അഥവാ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ, അതായത് ഈ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും അല്ലെങ്കിൽ പെണ്ണിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അപ്പന ആരെങ്കിലും ഒരാളും ചെക്കൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാളും, അങ്ങനെ 4 പേരുടെ പേരിൽ ഇത് ചെയ്തിട്ട് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. അപ്പൊ ഈ പിള്ളേർക്കും ദൂർത്തടിക്കാൻ പറ്റില്ല, കാരണന്മാർക്കും ദൂർത്തടിക്കാൻ പറ്റില്ല. ആ കാശോടെ കിടക്കവർക്ക് അത്യാവശ്യമുള്ള സമയത്ത് എല്ലാവരും കൂടി തീരുമാനിച്ച് അവരൊരു വീട് മേടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപയോഗിക്കാം. അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് രണ്ടാമത്തെ കാര്യം. മനസ്സിലായോ? പിന്നെ പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പെൺപിള്ളേർക്ക് ഇത്തിരി ധൈര്യമൊക്കെ വേണം. പണ്ടത്തെ മാതിരി പെൺപിള്ളേരെ സൗന്ദര്യമല്ല പ്രധാനം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവർക്ക് വേണ്ടത് ഒരു കാലിബറാണ്.
അവർ ജീവിതത്തിൽ തോറ്റു പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ പെങ്ങന്മാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കള്, മോളോ അല്ലെങ്കിൽ നമ്മുടെ മോനോ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ തോറ്റുപോയിട്ട് അല്ലെങ്കിൽ തോൽവിയും ചെയ്യും പോട്ടെ, അവരുടെ ജീവിതത്തിൽ അവർ സങ്കടപ്പെടണം കാണണം നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൊസൈറ്റീനെ കേൾക്കാൻ നിൽക്കരുത്, ദൈവത്തെ ഓർത്ത്. കാരണം അവരുടെ ഇന്നത്തെ ഇന്റൻഷൻ അല്ല അവരുടെ നാളത്തെ ഇന്റൻഷൻ. കാരണം ഇന്ന് നമ്മുടെ മോളോ മോനോ ആവും അവരുടെ സംസാര വിഷയം, നാളെ അവരുടെ ടോൺ മാറ്റി അവർ വേറൊരാളെ പിടിക്കും. പിന്നെ നിങ്ങൾ ഈ ചിന്തിച്ചിരുന്നതിന് എന്ത് കാര്യം ഇരിക്കണേ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ നാത്തുമാരായാലും അളിയന്മാരായാലും ചേച്ചിമാരായാലും പെങ്ങന്മാരായാലും ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇടപെടാണ്ടിരിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ല കാര്യങ്ങളിലും മാത്രം ഇടപെടുക. അപ്പോൾ 3 ടിപ്പായേ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ആൽക്കഹോൾ അഡിക്ഷൻ, ഞാൻ പറഞ്ഞത് വല്ലപ്പോഴും കഴിക്കുന്ന ആൽക്കഹോൾ അല്ല. ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. ഓക്കെ, ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ അത് കാര്യമായിട്ട് ബാധിക്കും. ആ സമയത്ത് അവർ ചെയ്യുന്നത് എന്താണെന്നും ബോധമൊന്നും അവർക്ക് ഉണ്ടാവില്ല. സ്നേഹമൊക്കെ മനസ്സിലുണ്ടാവാം, പക്ഷെ ആ സമയത്ത് അവർക്ക് ബോധം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളമടിച്ചിരിക്കുന്ന സമയത്ത് വഴക്ക് കൂടാതിരിക്കാൻ. മനസ്സിലായി? വെള്ളമടിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് കാരണന്മാരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക, പുള്ളിയുടെ കെട്ടറിഞ്ഞിട്ട് തിരിച്ചു വരാം. അതൊരു സൊല്യൂഷനാണ്. മനസ്സിലായി? നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനോട് പെട്ടെന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങൾ മൊത്തം വലിച്ചു വാരി സംസാരിക്കാതിരിക്കുക. ഓടിക്കയറി കുറച്ച് റിലാക്സ് ചെയ്ത് അവർ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പതുക്കെ റിലാക്സായി ഒരു 6 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാണെങ്കിൽ ഒരു 7 മണി 8 മണിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആളെന്തെങ്കിലും പറയണമെങ്കിൽ അതിനൊക്കെ മറുപടി പറയുക, അതിനുള്ള തമാശകൾ പറയുകയാണെങ്കിൽ അതിന് മറുപടി പറയുക. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇത്തിരി ലേറ്റ് ആയിട്ട് പറയുക. അപ്പോൾ അത് സമാധാനത്തോടെ കേൾക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ വരുന്ന ആൾക്കുണ്ടാവും. മനസ്സിലായോ? ഇനി ഡ്രഗ് ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ അവരുടെ വീട്ടുകാരെ ഇൻഫോം ചെയ്യുക. വീട്ടുകാരെ ഇൻഫോം ചെയ്തിട്ട് അവർക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ഇൻഫോം ചെയ്യുക. അവർക്കും കേട്ടിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കുക. കാരണം ഈ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഫാമിലി വയലൻസിലൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെയധികം, അതായത് നിങ്ങൾ ഇന്ന് അമാന്തം കാണിച്ചാൽ നാളെ ഒരു കൊലപാതകമോ ആത്മഹത്യയോ ആയിട്ട് അത് മാറും. മനസ്സിലായോ? ഒരാൾ ജീവിതകാലം മുഴുവൻ ജയിലിലും കിടക്കേണ്ടി വരും, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും, ബാക്കിയുള്ളവർ അതിനെ അനുഭവിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനൊന്നും ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ദേവതാ സങ്കല്പങ്ങളും ഒരു മതങ്ങളും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഒരു ദൈവവും ഈ സൃഷ്ടാവ് നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനാണ്, കഷ്ടപ്പെടാനല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് തിയറിയുടെ പേരിലായാലും. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം, അഥവാ എന്തെങ്കിലും വയലൻസ് വന്നാൽ കണ്ടിന്യൂസ് ആദ്യത്തെ ഒരു പ്രാവശ്യം ഒരു അടി അടിച്ചു, ഓക്കെ, അത് പോട്ടെ, ആകസ്മികമായിട്ട് സംഭവിച്ച അതും ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പോട്ടെ, വിട്ടുകളയാം. പക്ഷെ അതൊരു തുടർക്കഥയാവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവനാൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ആരെങ്കിലോടോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് വരുന്ന വെച്ചാൽ ആക്സിഡൻ്റലി അവരെന്തെങ്കിലും ചെയ്തു പോവും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും, നിങ്ങൾ മരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും. അത് കാരണം കൊണ്ട് എത്ര ആളുടെ ലൈഫും എത്ര പേരുടെ ഫാമിലിയുടെയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ല. പെൺകുട്ടികൾ, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് സമൂഹത്തിലുള്ള സ്റ്റാറ്റസ്, അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സ്റ്റാറ്റസും കോപ്പൊന്നും അല്ല നമ്മുടെ ജീവിതത്തിന് ഒന്നും തരണത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ആൺകുട്ടികളായാലും ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അന്തസ്സ്, എൻ്റെ ഭാര്യ വീട്ടുകാരുടെ അന്തസ്സ്, എൻ്റെ അമ്മാവന്മാരുടെ അന്തസ്സ്, എൻ്റെ അമ്മായിമാരുടെ, യുവർ ലൈഫ് ഈസ് യുവേഴ്സ്, യുവർ സോൾ ഈസ് യുവേഴ്സ്, യുവർ സ്പിരിറ്റ് ഈസ് യുവേഴ്സ് ആൻഡ് യുവർ മൈൻഡ് ഈസ് യുവേഴ്സ്. ഓക്കെ, ഈ പറയുന്ന എല്ലാവരും ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ എൻ്റെ കാര്യം തന്നെ ആയാലും ഇപ്പൊ എനിക്ക് 43 വയസ്സുണ്ട്. എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് 5 വർഷം മുമ്പാ മരിച്ച സമയത്ത് എൻ്റെ അപ്പച്ചൻ, എൻ്റെ ഫാദർ
മരിക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. മോനെ പ്രസവിച്ച് ഇവിടെ സിസേറിയൻ കഴിഞ്ഞ് കിടപ്പായിരുന്നു. അപ്പം എൻ്റെ മോനെ 5 വയസ്സാവണം. അപ്പം 5 വർഷമാവണം. ഈ സെപ്റ്റംബർ വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 5 വർഷമായി. അപ്പം 5 വയസ്സ് ബാക്കിലേക്ക് കൂട്ടി അപ്പം അത്രയും 38 വയസ്സായിട്ടുള്ളൂ. 38.5 ഒക്കെ വയസ്സായിട്ടുണ്ടോ. ആ സമയത്താണ് എൻ്റെ അപ്പം മരിക്കുന്നത്. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എൻ്റെ അമ്മയുടെ കാലം, എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്, എത്ര കാലം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇവരുടെയൊക്കെ സന്തോഷത്തിന്, അവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കണ്ട, റെസ്പെക്ട് ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ആവശ്യമില്ലാത്ത ഇടപെടലുകളോ അവരുടെ സ്റ്റാറ്റസിനും ജീവിത പാരമ്പര്യത്തിനും ഭംഗം വരും എന്ന് വിചാരിച്ച് ജീവിതത്തിൽ സഹിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരുന്ന ആപത്തും കൂടി സഹിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ അതിന് ചേർന്ന ഒരു ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് പോകാൻ ധൈര്യം കാണിക്കണം. ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ അവനാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാവണം. മനസ്സിലായോ? അതായത് 10 വയസ്സ് വരുമാനം അവനാനെ തന്നെ ഉണ്ടാക്കാൻ പറ്റണം. സ്വന്തം വീട്ടുകാരുടെ ഇതിലോ ആങ്ങളമാരുടെ ഇതിലോ അല്ലെങ്കിൽ അളിയന്മാരുടെ ഇതിലോ ജീവിക്കേണ്ട വരുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. ആ പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടാവണം. അതുകൊണ്ടാണ് അത് ഉണ്ടായിട്ട് കല്യാണം കഴിക്കാവൂ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വയലൻസ് ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെ വിചാരിക്കും. ഇതൊന്നും ഇല്ലെങ്കിലും ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരാൾ മരിച്ചു, പാർട്ട്ണറിൽ ഒരാൾ മരിച്ചു, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഫ്രണ്ടിലേക്ക് ജീവിക്കണ്ടേ? ഒരു കടയിൽ പോകാൻ അറിയില്ല, ഒരു വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇതാ ഞാൻ പറയുന്നത്, പെൺകുട്ടികളോട് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതികരിച്ച് ചാടിക്കടിക്കാൻ നിൽക്കണ്ട. അതിന് പകരം സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. നിങ്ങൾ ഒച്ചയും ബഹളം എടുത്ത് നാട്ടുകാരെ അറിയിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് പകരം നിങ്ങൾ എടുക്കേണ്ടത് സ്റ്റെപ്പാണ്. അതിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? നിങ്ങൾ ക്ഷമിക്കേണ്ടതിന് ഒരു പരിധി വരെ ക്ഷമിക്കുക, പറയേണ്ടവരോട് പറയുക, പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുക. ഇനി ആൺപിള്ളേരുടെ കാര്യത്തിലാണെങ്കിൽ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? എന്ത് കാര്യം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല. പക്ഷെ പ്രശ്നങ്ങൾ ഒരു അമിത പ്രശ്നമായാലും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവരും എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? ആൺകുട്ടികളോട് പറയാം, നിങ്ങൾ ഒരു അടി അടിച്ചെന്ന് വരും, ചിലപ്പോൾ അത് ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് വരും, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി ഇടിച്ചു എന്ന് വരും. നമ്മൾ ഈ റീസെൻ്റ്ലി കുറേ മൂവീസൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഒരു അവസ്ഥയാണ്. ഞാനങ്ങനെ മൂവിയൊന്നും കാണാറില്ലാത്ത ഒരാളാണ്. നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, ഒരു പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആക്സിഡൻ്റലി ഒരു അടി അടിക്കും. ഒന്നാമത്തെ കാര്യം ഈ വെള്ളടിയും ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ കൂടെ ഒരു അടി അടിക്കും. ആ സ്ഥാനത്തായിരിക്കും അത് കൊണ്ടുചെന്ന് പെടണത്. മനസ്സിലായോ? അങ്ങനെ പെടുന്ന സമയത്ത് മരണം സംഭവിക്കും. പിന്നെ അവിടെ ഒരു വാക്കിക്കൂട്ടലാണ്. മനസ്സിലായോ? അതില്ലാതിരിക്കണമെങ്കിൽ ഈ അടി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യനോട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ, എത്ര പ്രശ്നം ഉണ്ടായാലും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. സ്വന്തം ഭാര്യനെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കി, നടക്കും. നമ്മൾ അതൊരു വേറൊരു രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അതല്ല, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്ത് കാര്യം തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടാവണം. അതാണ് ഒരു പാർട്ട്ണർ. അങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ വീഡിയോ ഇങ്ങനെ ദീർഘിപ്പിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ പുതിയ ഇതായിട്ട് ഞാൻ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞാലും പ്രശ്നമാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു മാതാഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈൻ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു ലൈൻ ഖുറാനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു ലൈൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതും വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ജീവിച്ചിട്ട് ഒരാൾ ജയിലിലും ഒരാൾ മരിച്ചും പോവുക. അങ്ങനെ പ്രവചിച്ചു വെച്ചേക്കാണല്ലോ ദൈവം പറഞ്ഞേക്കുന്ന പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ വിവേകികളും ആകാനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിലും പറഞ്ഞേക്കണത്. എന്ത് ഭഗവത്ഗീതയിലും പറയുന്നത്, നിന്റെ കർമ്മം നീ നന്നായിട്ട് ചെയ്യാ. അപ്പൊ നീ നല്ലത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ലത് തിരിച്ചു കിട്ടും, നല്ലത് ചെയ്തില്ലേ നിനക്ക് പണി കിട്ടും. അത് അത്ര തന്നെയുള്ള കാര്യം. അപ്പൊ നീ നല്ലതല്ല നിനക്ക് റിസീവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്യുന്ന കാര്യം നല്ലതല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള കോമൺ സെൻസ് നീ കാണിക്കണം. മനസ്സിലായോ? അതിന് വേറൊരു പ്രവാചകയോ വരണമെന്ന് വിചാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി വേറൊരാൾ ജന്മം എടുത്തൊരു പുതിയ അവതാരം ഉണ്ടാവണമെന്ന് വിചാരിച്ചിരിക്കുകയോ ചെയ്താല് എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് നഷ്ടപ്പെടും. മാതാപിതാക്കന്മാരായാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ കുറെ കാലമൊക്കെ ഓർത്തിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ആർക്ക് നഷ്ടപ്പെടും? അവനാനെ നഷ്ടപ്പെടുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകളും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകാൻ ശ്രമിക്കുക. മനസ്സിലായി? കാലം മാറി, തട്ടുകളിൽ നിൽക്കേണ്ട കാര്യമൊക്കെ കഴിഞ്ഞു. അതായത് ഞാൻ ഈ തട്ടിൽ, നീ ഈ തട്ടിൽ, ഇങ്ങനെയൊന്നല്ല. സമമായിട്ട് പോവുക.
ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഫെമിനിസ്റ്റ് അല്ല. എൻ്റെ ഒരു ഇതെന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ തെറ്റാന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് രണ്ടും ഈക്വൽ ശക്തികളാണ്. നിങ്ങൾക്കറിയാമെന്നറിയില്ലേ, അത് ഫെമിനിസ്റ്റ് വേറൊരു ക്ലാസ്സിൽ ഞാൻ പറയാം അതിൻ്റെ കാര്യം. സഹനശക്തി ഒരാൾക്ക് കൂടുതലുണ്ടെങ്കിൽ മസ്കുലിൻ പവർ വേറൊരാൾക്ക് കൂടുതലുണ്ട്, മസിൽ പവറേ. അപ്പം അതൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പം രണ്ടും ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ പഠിക്കണം. തുറന്നു പറയാൻ പഠിക്കണം കാര്യങ്ങൾ. പിന്നെ ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരാൾ കൂടെയുള്ളപ്പോൾ വേറൊരാളെ കൂടെ പോകുന്ന പരിപാടി, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് പരിപാടികളൊക്കെ നിർത്താം. നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അത് വേറൊരാൾ കാണുന്നത് തെറ്റില്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ അവിടെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിന് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ പഠിക്കണം. പിന്നെ സ്വന്തം മക്കളായാലും തെറ്റാണെന്ന് പറയാനായിട്ട് കാരണന്മാർ മനസ്സിലാക്കണം, പഠിക്കണം. പിന്നെ സ്ത്രീധനം കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങളും മറ്റേത് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങളും കല്യാണം നടത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്ത്. കാരണം ഇപ്പം വേറൊരു കുട്ടിക്ക് ഉണ്ടായി. ഞാനിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു കൊച്ചു മരിച്ചത് ഞാൻ കേട്ടു. ആ കുട്ടിക്ക് അതങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടവരുടെ നീണ്ട നിരയും, പ്രകടന പത്രികകൾ ഇറക്കിയവരുടെ നിരയും, ചാനലുകളിൽ പ്രസംഗം പറഞ്ഞവരുടെ നിരയൊക്കെ ഉണ്ട്. പക്ഷെ ഈ കുട്ടി ഉണ്ടല്ല, ഈ പറയുന്ന വ്യക്തിനെ ഡിവേഴ്സ് ചെയ്തിട്ട് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവർ നേരെ തിരിച്ചും പറയും. മനസ്സിലായോ? എല്ലാവരും അല്ല, അതിലൊരു 30% തിരിച്ചു പറയും. കാരണം ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു കൊച്ചിന് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ആ കൊച്ച് ഡിവേഴ്സ് ചെയ്തിട്ടാണ് വീട്ടിൽ വന്നിരിക്കണമെന്ന് വെച്ചാൽ ഡിവേഴ്സ് ചെയ്കളൊക്കെ ഭയങ്കര മോശക്കാരായ. സ്വന്തം മക്കളുടെ കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുള്ളത് ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഈസി ആയിട്ട് പറയാമല്ലോ, അത് കാശലവില്ലല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കമൻറ്റുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം നമുക്ക് കുറഞ്ഞു പോകുന്നത്. മനസ്സിലായോ? നമ്മൾ തന്നെ നമുക്കുള്ള വാരിക്കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക കർമ്മവശാലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകളും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കുക, എന്നിട്ട് നാട്ടുകാരെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? അത്രയേ ഉള്ളൂന്ന്. പിന്നെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു ഒരു കനൽ കോരിയിരുന്ന ഒരു സുഖമല്ലേ. ഏതോ ഒരു മിമിക്സ് അല്ല, ഒരു കോമഡി ഷോയിൽ പണ്ട് ഒരു 3-4 വർഷമൊക്കെ ഉണ്ടാവും. എന്താണ് പാഷാണ ഷാജി എന്നുണ്ട്. പുള്ളീനോട് എനിക്ക് ദേഷ്യമില്ല കേട്ടോ, പുള്ളീനെ നല്ലൊരു കൊമേഡിയനാണ്. അതിൽ പറയുന്നത് എന്തെങ്കിലും പുള്ളി ഇങ്ങനെ വക്രമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലോട് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക, ചെറിയ തട്ടിപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു തമാശയുണ്ട്. പുള്ളിക്ക് അതൊരു സുഖം എന്ന് ആ ഒരു കോമഡി, പുള്ളിക്കല്ല ആ ഒരു കോമഡിയിൽ അതൊരു സുഖം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് നാട്ടുകാരുടെ കാര്യം. അതുകൊണ്ട് നാട്ടുകാരല്ല നിങ്ങളുടെ മക്കളെ നോക്കേണ്ടത് നിങ്ങളാണ്. മനസ്സിലായോ? നാട്ടുകാരുടെ കാര്യമല്ല വേണ്ടത്, വീട്ടുകാരുടെ കാര്യമാണ്. മനസ്സിലായോ? സ്വന്തം ജീവിതം സ്വന്തം കയ്യിലാണ് എന്ന് ഇന്നത്തെ ചെറുപ്പക്കാരികളും മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക. എനിക്ക് തലവേദന എടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.